പ്രിയപ്പെട്ടവരെ, നമസ്കാരം. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ ഒരു മതഭ്രാന്തൻ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു മതഭ്രാന്തന്റെ കയ്യിലാണ് ആണവ ബട്ടന്റെ സ്വിച്ച് ഇരിക്കുന്നത്. പാകിസ്ഥാനിലെ ആണവ ബട്ടന്റെ സ്വിച്ച് ഇരിക്കുന്നത് എന്നതാണ് ലോകത്തെ ഭയപ്പെടുത്തുന്നത്. ഇന്ത്യക്ക് അത്തരം കാര്യങ്ങൾ വലിയ ഭയമൊന്നുമില്ല. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇപ്പോൾ ആണവ ബോംബിടും ബോംബിടും എന്ന് പലതവണ ഭീഷണിപ്പെടുത്തിയ രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ ആണവ ബോംബിടാനെന്ന് മാത്രമല്ല, അതിനുള്ള സർവ്വസന്നാഹങ്ങളും വളരെ നേരത്തെ തന്നെ കണ്ടുകൊണ്ട് ഇന്ത്യ അത്തരം പ്രദേശങ്ങളെ തകർക്കുകയാണ്. ആണവ ബോംബ് വെച്ചിരിക്കുന്ന പ്രദേശവും അതിനടുത്തുള്ള വിമാനത്താവളങ്ങളും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് തകർക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആണവ ബോംബ് പുറത്തെടുക്കാനോ അങ്ങനെ ഒരു ബോംബ് ഉണ്ടെന്ന് തന്നെ കാണിക്കാനോ കഴിഞ്ഞിട്ടില്ല പാകിസ്ഥാന്. എന്നാൽ ഇപ്പോൾ വീണ്ടും ആ പഴയ തേഞ്ഞുപോയ ആ ഭീഷണി വീണ്ടും പാകിസ്ഥാൻ എടുക്കുകയാണ്. ഞങ്ങൾ ആണവ ബോംബ് ഇടും, അണുബോംബ് ഇടും, ഞങ്ങൾ നശിക്കുമെന്ന് കണ്ടാൽ ലോകത്തിന്റെ പകുതി ഭാഗം ഞങ്ങളിങ്ങ് കൊണ്ടുപോരും എന്നൊക്കെയാണ് ഇപ്പോൾ അസീം മുനീർ എന്ന് പറയുന്ന ഈ മതഭ്രാന്തനായ സൈനിക മേധാവി പറയുന്നത്. അതും അമേരിക്കയിൽ വെച്ചാണ്. അമേരിക്കയിൽ പാകിസ്ഥാൻ സമൂഹത്തോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ തട്ടിവിട്ടത്. ഗീർവാണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അങ്ങനെ ഗീർവാണമായിട്ട് അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല ഈ മതഭ്രാന്തന്റെ. കാരണം മതഭ്രാന്തന്മാരുടെ കയ്യിൽ ഭ്രാന്തുള്ളവൻ എന്തും എപ്പോഴും ചെയ്യുമെന്നാണ്. അവന് വേറെ കാര്യങ്ങളൊന്നുമില്ല. അവന്റെ ഉള്ളിൽ അവന്റെ മതം മാത്രമാണ് അവന്റെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞിരിക്കുന്നത്. പിന്നെ അവന്റെ രാജ്യത്തിന്റെ സൈനിക മേധാവി എന്നുള്ള ഒരു അഹങ്കാരവും അദ്ദേഹത്തിനുണ്ട്. ഇപ്പോ അസീം മുനീർ അവിടെ ചെന്നപ്പോഴും ട്രംപ് വലിയ കാര്യമായിട്ട് വിളിച്ചിരുത്തി ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച് വിട്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അവര് ഔദ്യോഗികമായിട്ടൊരു രേഖകളിൽ ഒപ്പിട്ടിട്ടില്ല. പക്ഷേ ചില ഉറപ്പുകൾ, ചില വാഗ്ദാനങ്ങൾ ട്രംപ് നൽകിയിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ ഇത്ര ആയുധങ്ങൾ നൽകിക്കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പിന്റെ ബലത്തിലാണ് ഈ പാകിസ്ഥാനിലെ ഈ സൈനിക മേധാവി ഈ വീമ്പിളക്കൽ ഈ പാകിസ്ഥാൻ സമൂഹത്തോട്, അമേരിക്കയിലെ പാകിസ്ഥാൻ സമൂഹത്തോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അത് ലോക രാജ്യങ്ങളിൽ വളരെ വാർത്തയായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് 130 പോർ മുനകൾ ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാനിൽ ഞങ്ങൾ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. ഏത് നിമിഷവും ഞങ്ങൾ ഇന്ത്യയെ തകർക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾക്കുണ്ട്. ആവശ്യത്തിനുള്ള മിസൈലുകളുണ്ട്. വെറും 10 മിസൈൽ കൊണ്ട് ഈ സിന്ധു നദിയിലെ അണ കെട്ടുകയാണെങ്കിൽ ഞങ്ങൾ അണ കെട്ടി തീരുന്നത് വരെ കാത്തു നിൽക്കും. അത് കഴിഞ്ഞ് ഇന്ത്യ സിന്ധു നദിക്കകത്തുള്ള അണ കെട്ടി തീരുമ്പോൾ ഞങ്ങൾ 10 മിസൈലുകൾ ഒരുമിച്ച് തൊടുത്തുവിടും, തകർത്ത് തരിപ്പണമാക്കും. സിന്ധു നദിയിലെ അണ കെട്ടാൻ ഞങ്ങൾ അനുവദിക്കില്ല. സിന്ധു നദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ കുടുംബ സ്വത്തൊന്നുമല്ല. ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം വിളിച്ചു പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റിലയൻസിന്റെ എണ്ണ ശുദ്ധീകരണശാല ജാംഗർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള എണ്ണ ശുദ്ധീകരണശാല ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കും. ഇതൊക്കെയാണ് ഇയാൾ വിളിച്ചു പറയുന്നത്. ഒരു ഭരണത്തലവൻ അല്ല അദ്ദേഹം സൈന്യത്തിന്റെ മേധാവി മാത്രമാണ്. പാകിസ്ഥാനിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ഉണ്ട്. പക്ഷെ ആ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ നിർവീര്യം അല്ലെങ്കിൽ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഈ സൈനിക മേധാവി ഇത്തരം വീമ്പിളക്കലുകൾ അമേരിക്കയിൽ വെച്ച് ഇന്ത്യക്കെതിരായി നടത്തിയിരിക്കുന്നത്. അമേരിക്ക ഇത്തരം കാര്യങ്ങൾ കേട്ടിട്ട് ഒന്നും അമേരിക്കൻ ഭരണാധികാരികളോ അതിന് വേണ്ടപ്പെട്ടവരോ ഈ ഭീഷണിയെ എതിർക്കുകയോ ഒന്നും ചെയ്യാതെ അവർ മൗനം പാലിക്കുകയാണ്. കാരണം അവർക്കും അതിനകത്ത് കാരണം ഇന്ത്യ ഒരു വലിയൊരു സാമ്പത്തിക രാഷ്ട്രമായിട്ട് വളർന്ന് വരുന്നത് അമേരിക്കയ്ക്കും ഭീഷണി തന്നെയാണ്. മാത്രമല്ല പകരച്ചുങ്കവുമായി ബന്ധപ്പെട്ട് അതിന്റെ പകരച്ചുങ്കം ചുമത്തിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചില ബന്ധങ്ങൾ ഇപ്പോൾ അല്പം വഷളായിരിക്കുകയാണ്. ഈ വഷളായിരിക്കുന്ന സമയത്ത് പാകിസ്ഥാനെ കയ്യിലെടുത്ത് മാക്സിമം പാകിസ്ഥാനെ പ്രകോപിപ്പിച്ച് ഇന്ത്യയെ വശത്താക്കാനുള്ള ഒരു ശ്രമമാണ് ട്രംപിന്റെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത്. പക്ഷെ അതിന് ഇന്ത്യ നിന്നു കൊടുക്കുമെന്ന് യാതൊരു നിശ്ചയവുമില്ല. ഇന്ത്യ നിന്നു കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാരണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഇന്ത്യ ആണ് ഇപ്പോൾ ഉള്ളത്. അത് വച്ചടി കാര്യങ്ങൾ ലോകരാജ്യങ്ങളിൽ തന്ത്രപരമായി എങ്ങനെ നിലനിൽക്കാം, എങ്ങനെ കൈകാര്യങ്ങൾ ചെയ്യാന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ട്രംപിന്റെ തന്ത്രങ്ങൾ ഇന്ത്യയോട് വിലപ്പോകും എന്ന് യാതൊരു നിശ്ചയമില്ല. അങ്ങനെ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ ഈ അസീം മുനീറിന്റെ ഈ പ്രഖ്യാപനങ്ങൾ
ലോകരാജ്യങ്ങൾ വളരെ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. പെന്റഗണിലെ ഒരു മുൻ ഉദ്യോഗസ്ഥനായ മൈക്കൽ റൂബിൻ പറഞ്ഞത് ഇയാൾ മതഭ്രാന്തനാണ്, ഭ്രാന്താണ് വിളിച്ചു പറയുന്നത്. ഇയാൾ ലാദന്റെ വാക്കുകൾ അതുപോലെ പറയുകയാണ്. ഈ ലാദനെ പോലുള്ള ആൾക്കാരെ അവിടെ സൂക്ഷിച്ചിരുന്ന തീവ്രവാദികൾ അമേരിക്കയിൽ പിന്നെ 9/11 പറയുന്ന ഒരു അക്രമം ഉണ്ടല്ലോ, അതായത് 2001 പിന്നെ സെപ്റ്റംബർ മാസം 11-ാം തീയതി നടത്തിയ ക്യാപിറ്റൽ ടവറിലേക്ക് വിമാനം ഇടിച്ചു കയറ്റിയ വലിയൊരു അക്രമം ഉണ്ടല്ലോ, അമേരിക്ക ഞെട്ടിത്തരിച്ചു പോയ ഒരു അക്രമമാണ്. അതിന്റെ സൂത്രധാരനായിരുന്നു ഈ ബിൻ ലാദൻ. ഈ ബിൻ ലാദനെ സംരക്ഷിച്ച് സൂക്ഷിച്ച് നിർത്തിയിരുന്ന ഒരു സൈന്യം കൂടിയാണ് ഈ പാകിസ്ഥാന്റെ സൈന്യവും പാകിസ്ഥാന്റെ രാജ്യവും. അവിടെ കയറിയാണ് പാകിസ്ഥാനകത്ത് കയറിയാണ് അമേരിക്ക ബിൻ ലാദനെ വധിച്ചത്. ബിൻ ലാദനെ മാത്രമല്ല, അതുപോലുള്ള നിരവധി തീവ്രവാദികളെ പാകിസ്ഥാൻ അകത്തു കയറി അമേരിക്ക വധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അമേരിക്കയാണ് ഇപ്പോൾ ഈ പാകിസ്ഥാനുമായിട്ട് ഒരു ധാരണ, ഇന്ത്യയെ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ധാരണയിലെത്തുന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ പാകിസ്ഥാനിലെ പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന PPP എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രസിഡന്റായ ബിലാവൽ ഭൂട്ടോ, അദ്ദേഹം മുൻ വിദേശകാര്യമന്ത്രി കൂടിയാണ് പാകിസ്ഥാന്റെ, അദ്ദേഹവും ഇപ്പോൾ പിന്നെ ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. അണ കെട്ടാൻ അനുവദിക്കില്ല സിന്ധു നദിയിൽ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തകർക്കുമെന്നൊക്കെ ഭീഷണി ഉയർത്തുന്നുണ്ട്. എന്നാൽ ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി അത്തരം കാര്യങ്ങളൊന്നും പറയാതെ മൗനം പാലിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അധികാരത്തിൽ ഉള്ള പ്രധാനമന്ത്രിക്ക് യാതൊരു അഭിപ്രായവും പറയാൻ കഴിയുന്നില്ല. സൈനിക തലവനാണ് ഇപ്പോൾ പാകിസ്ഥാന് വേണ്ടി കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഭീഷണി ഉയർത്തുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പാകിസ്ഥാൻ വളരെ താമസിയാതെ തന്നെ വീണ്ടും സൈനിക ഭരണത്തിന് കീഴിൽ ആകും എന്ന് തന്നെയാണ്. ഈ മതഭ്രാന്തന്റെ കയ്യിലായിരിക്കും ഇനി പാകിസ്ഥാന്റെ സൈന്യവും പാകിസ്ഥാന്റെ ഭരണവും എന്നത് വരുമ്പോൾ അത് ഇന്ത്യ മാത്രമല്ല, ഈ തൊട്ടടുത്തുള്ള ചൈന ഉൾപ്പെടെയുള്ള, ഇപ്പൊ സൗഹൃദ രാഷ്ട്രമായ ചൈന ഉൾപ്പെടെയുള്ളവർ കൃത്യമായിട്ടും ഒരു ജാഗ്രത പുലർത്തേണ്ട അവസ്ഥ വരാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ വീണ്ടും ഒരു സൈനിക ഭരണത്തിന് കീഴിൽ വരും എന്നതാണ് ഇപ്പോൾ കാണുന്ന അവസ്ഥ.